എന്തായാലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി രാജ്യത്താകെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം. എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുകയാണ് ലക്ഷ്യം. വിഷയത്തിൽ രാഷ്ട്രീയമില്ലെന്നും ചടങ്ങ് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമാകാൻ എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുകയാണ് ഇന്നാരംഭിച്ച പ്രചരണ പരിപാടിയുടെ ലക്ഷ്യം. 10 കോടി വീടുകളിലെങ്കിലും ശ്രീരാമക്ഷേത്ര സന്ദേശം കൈമാറുമെന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കി. കേരളത്തിൽ 50 ലക്ഷം വീടുകളിലാണ് അക്ഷതവും ലഘുലേഖയും എത്തിക്കുക. ജനുവരി 15 വരെ പ്രചരണ പരിപാടികൾ നീളും. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രീയം ദർശിക്കുന്നതിനെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിമർശിച്ചു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുക്കുമെന്നാണ് ഇപ്പോഴും കരുതുന്നതെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് വ്യക്തമാക്കി. ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ കേന്ദ്രസേനയെ വിന്യസിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് നടപടി. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. അപ്പോൾ അത് പ്രതിഷ്ഠാ ചടങ്ങിന് അന്ന് വരെ ഇത് ചർച്ചകൾ നിറഞ്ഞു നിൽക്കും. രാഷ്ട്രീയമായും അല്ലാതെയുമൊക്കെ ചർച്ചകൾ നിറഞ്ഞു നിൽക്കും. അത് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്നതിലെ ചർച്ചകൾ അങ്ങനെ മൊത്തത്തിൽ ഇരുവരും സഞ്ചാരമാകുമെന്ന് ഒരു തർക്കവുമില്ല.